ശ്രീ ടി ജി മോഹൻദാസ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടി ജി മോഹൻദാസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് തന്നെ നൽകുകയാണ്. കാരണം ഈ അതീവ തീരുക ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് ഭാരതത്തിന്റെ താല്പര്യങ്ങളാണ് ഞങ്ങൾ സംരക്ഷിക്കുന്നത്, ഇവിടുത്തെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന രീതിയിലുള്ള കൃത്യമായ മറുപടി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ശ്രീ ടി ജി മോഹൻദാസ്? അമേരിക്ക ഇപ്പൊ ചെയ്യുന്നത് ഒരു സമ്മർദ്ദ തന്ത്രമാണ്. ഇപ്പോ 25-25 50% താരിഫ് എന്ന് ട്രംപ് പറഞ്ഞു. തൊട്ടു പിന്നാലെ പറഞ്ഞു അത് ഓഗസ്റ്റ് 23 മുതലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 21 അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഫർദർ താരിഫ് ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങുന്നത്. അത് നടക്കുമോ ഇല്ല എന്നുള്ള ചെറിയൊരു അനിശ്ചിതത്വമുണ്ട്. പക്ഷെ നടക്കാനാണ് സാധ്യത. കാരണം അത് വളരെ നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നു. ഇപ്പൊ ട്രംപ് ഈ വാചകവും ബഹളവും ഒക്കെ അടിക്കുമ്പോൾ പോലും അമേരിക്ക എന്ന രാജ്യം മറ്റൊരു രീതിയിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപ് പറയുന്ന പോലെയല്ല. ട്രംപ് ഓരോന്ന് പറയുമ്പോഴും അതിനൊരു കാലാവധിയും പറയുന്നുണ്ട്. ചൈനയെ ഇപ്പൊ തീർത്ത് കളയും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ ഫുട് നോട്ടായിട്ട് എഴുതി 3 മാസം കഴിഞ്ഞ്. ഇന്ത്യക്ക് 25% താരിഫ് എന്ന് പറഞ്ഞു. അതിന് താഴെ ഓഗസ്റ്റ് 8 മുതൽ 8 എത്തുന്നതിന് മുമ്പ് തന്നെ ട്രംപ് 50% ആക്കി. എന്നിട്ട് പറഞ്ഞു 23 മുതൽ. ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ്. നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക. ഇത് ഇത്ര പ്ലെയിൻ ആയിട്ട് സാധാരണ രാജ്യങ്ങൾ ചെയ്യാറില്ല. ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇതുപോലത്തെ ഭീഷണികൾ സംഗതികളൊക്കെ ചെയ്യാറുള്ളത്. ട്രംപ് ഒരു ഏകദേശം കവലച്ചട്ടമ്പിയുടെ സ്റ്റൈലിൽ വായിൽ വന്നത് വിളിച്ചു പറയുക, ആരെയും പേടിപ്പിക്കുക, ചീത്ത പറയുക, ഇതൊക്കെ ചെയ്യുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഡിഗ്നിറ്റിക്ക് യോജിക്കാത്ത വാക്കുകളാണ് പലപ്പോഴും ട്രംപ് ഉപയോഗിക്കുന്നത്. ഇത് ലോകരാജ്യങ്ങളിൽ പല നേതാക്കൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ബട്ട് അതേ ഭാഷയിൽ തിരിച്ചു പറയാൻ അവരുടെ ഒരു സംസ്കാരം അവരെ അനുവദിക്കുന്നുമില്ല. അങ്ങനെ ഒരു ക്രൈസിസ് ആണ് ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാക്കുകൾ കൊണ്ടുള്ള ഒരു ക്രൈസിസ്. ഇവിടെയാണെങ്കിൽ അതേ വാക്കിൽ തിരിച്ചടിക്കണം എന്ന് രാഹുൽ ഗാന്ധിയും മറ്റും പ്രതിപക്ഷം പ്രധാനമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നു. പ്രധാനമന്ത്രി അതിന് വഴങ്ങുന്നില്ല. അദ്ദേഹം ശാന്തനായി അക്ഷോഭ്യനായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നു. ഈ തറവേലയും ട്രിക്കും ഒന്നും ഇറക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല. അങ്ങനെ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ ഒരു തെരുവ് യുദ്ധം നടക്കുന്നത്, അല്ലെങ്കിൽ തെറി യുദ്ധം നടക്കുന്നത് കാണാനാണ് രാഹുൽ ഗാന്ധിയൊക്കെ കാത്തിരിക്കുന്നത്. അതിന് മോദിയെ കിട്ടില്ല. അദ്ദേഹം സംസ്കാരം വിട്ടൊരിക്കലും പെരുമാറിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇപ്പൊ അമേരിക്ക ട്രേഡ് നിർത്തിവെച്ചാൽ ശരി, നിർത്തിവെച്ചു. 1998 വാജ്പേയി അണുപരീക്ഷണം നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? ലോകരാജ്യങ്ങൾ മുഴുവൻ നമുക്ക് സാങ്ഷൻ ഏർപ്പെടുത്തി. എല്ലാവരും. ഫ്രാൻസ് ആയിരുന്നു ഏറ്റവും മുമ്പിൽ. ഇനി ഈ ജന്മം ഇന്ത്യയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളം നടന്നു. വാജ്പേയി അക്ഷോഭ്യനായിരുന്നു. നമ്മളന്ന് ഇന്ത്യ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് റിലീസ് ചെയ്തു. അത് ഓവർ സബ്സ്ക്രൈബ് ചെയ്തു. പിന്നെ മെല്ലെ മെല്ലെ കാര്യങ്ങളൊക്കെ നേരെ വന്ന് അങ്ങനെ മുന്നോട്ട് പോയി. അപ്പൊ അമേരിക്ക ഇപ്പോ 50% താരിഫല്ല, ഇന്ത്യയുമായിട്ട് ഇനി കച്ചവടമേ ഇല്ല എന്ന് തീരുമാനിച്ചാൽ പോലും ഇന്ത്യക്ക് വേറെ കച്ചവടം ചെയ്യാൻ ആൾക്കാരുണ്ടെന്നേ. ലോകം വിശാലമല്ലേ. ഇന്ത്യക്കുള്ളിൽ തന്നെ കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ല സാധനങ്ങൾ. 140 കോടി നമ്മൾ പറയുന്നു. കണക്കെടുത്തിട്ട് കുറെ കാലമായി. ഇപ്പൊ 150 കോടിയായി കാണും. 150 കോടി ജനങ്ങൾ വലിയൊരു മാർക്കറ്റ് അല്ലേ. ഇന്ത്യയുടെ സ്വന്തം മാർക്കറ്റിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യയും ചൈനയും ബ്രസീലും ചേർന്ന് കഴിഞ്ഞാൽ ഏകദേശം 350 കോടി ആൾക്കാരായി. 40-45% ലോക ജനസംഖ്യയുടെ. അമേരിക്ക വ്യാപാരം നടത്തുന്നില്ല. ശരി, വേണ്ടപ്പോ ഞങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് കച്ചവടം ചെയ്യാം. ഇതിപ്പോ എറണാകുളം മാർക്കറ്റിൽ 10 കുടുംബങ്ങൾ പറയാണ് ഞങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങില്ല എന്ന് പറഞ്ഞാൽ അവര് വാങ്ങില്ല. അത്രേ ഉള്ളൂ. വേറെ ആൾക്കാർ വാങ്ങുമല്ലോ. ഇത് സമ്മർദ്ദ തന്ത്രം മാത്രമേ. ഇതൊന്നും ഇയാൾക്ക് ട്രംപിനെ അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. ഒന്ന് വെല്ലുവിളിച്ച് നോക്കുക, കീഴടങ്ങണമെങ്കിൽ കീഴടങ്ങട്ടെ. അത് സാധ്യമല്ല എന്ന് മോദി. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി. വളരെ നന്ദി ശ്രീ ടി ജി മോഹൻദാസ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിൽ നടത്തിയ ഒരു പ്രസ്താവന തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ്
അദ്ദേഹം നൽകുകയാണ്. കർഷകരുടെയും ക്ഷീരകർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ഒക്കെ താൽപ്പര്യങ്ങളാണ് ഈ രാഷ്ട്രം സംരക്ഷിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലും വിദേശ ശക്തികളുടെ താൽപ്പര്യത്തിന് മുന്നിൽ അടിയറവ് പറയുന്നതല്ല പുതിയ ഭാരതം എന്ന കൃത്യമായ സന്ദേശം അദ്ദേഹം ഒരിക്കൽ കൂടി നൽകി. അധിക തീരുവ ഉയർത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ഘട്ടത്തിലുമൊക്കെ അനാവശ്യമായ പ്രകോപനങ്ങൾക്ക് മുതിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അവിടുത്തെ ഭരണകൂടത്തിനും നൽകുന്ന ശക്തമായ മുന്നറിയിപ്പും താക്കീതുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ വാക്കുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഈ ഭാരതത്തിന് മേൽ തീരുവ ഉയർത്തിക്കൊണ്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രകോപനം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഈ ഘട്ടത്തിലാണ് ന്യൂഡൽഹിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി നൽകിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ. ഒപ്പം ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ടി ജി മോഹൻദാസ്.